ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെഡ്ഡിങ് വർക്കാണ് കേട്ടോ. നമുക്കൊരു 2.5-3 ദിവസമേ നമുക്ക് മൊത്തത്തിൽ ഈ വർക്കിന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് വന്നൊരു വർക്കായിരുന്നു. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ചെറുക്കൻ്റെ പെങ്ങടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്കൊരു മോഡൽ ഇട്ട് തന്നായിരുന്നു. ഇട്ടുതന്ന മോഡൽ എന്ന് വെച്ചാൽ സ്കേർട്ടും ടോപ്പും ആയിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് സ്കേർട്ടും ടോപ്പും. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സെയിം തന്നെ ഗൗണായിട്ട് തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞ്. അന്നേരം അതിൻ്റെ മോഡലിനകത്ത് വെച്ചാൽ കോളർ നെക്കായിരുന്നു വരുന്നത്. കോളർ നെക്കിനകത്ത് ഫുള്ള് വർക്കായിരുന്നു. അതുപോലെ ഹാൻഡിലും വർക്കുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത്രയും അവർ കാണിച്ച അത്രയും വർക്ക് നമ്മൾ ചെയ്തില്ല. എങ്കിലും നമ്മളാൽ പറ്റുന്ന രീതിയിൽ, നമുക്ക് ദിവസവും കുറവായിരുന്നല്ലോ, നമ്മളാ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കോളറിനും ചെയ്തിട്ടുണ്ട്, അതുപോലെ കയ്യിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെ നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു. കാരണം കംപ്ലീറ്റായി കിട്ടാൻ പാടായിരുന്നു. 3 കുട്ടീസിനും ഉണ്ടായിരുന്നു, പിന്നെ പെണ്ണിനൊരു ഗൗൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമായിരുന്നല്ലോ. ഈ വീഡിയോ തന്നെ എടുക്കുന്നത് ഞാനൊരു 1 മണിയോളമായി എടുത്തപ്പോൾ. ഇത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ വീഡിയോ എടുത്ത് വെച്ച് രാവിലെ അവർക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പം കുട്ടീസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഷറാറയായിരുന്നു തയ്ക്കാൻ പറഞ്ഞിരുന്നത്. അംബർല കട്ട് പാൻറ്റും ക്രോപ്പ് ടോപ്പും എന്ന് വെച്ചാൽ ഒരുപാട് ഇറക്കമൊന്നുമില്ലാത്ത നോർമൽ ടോപ്പായിരുന്നു. ടോപ്പ് പോർഷൻ വരുന്നത് വെച്ചാൽ ഓർഗൻസ ടൈപ്പ് മെറ്റീരിയലിനകത്ത് തന്നെ വർക്ക് വരുന്ന ടൈപ്പ് തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സെയിം തുണി തന്നെയായിരുന്നു പെണ്ണിന് ഗൗൺ തയ്ക്കാനും നമുക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതിന് സെപ്പറേറ്റ് ഷാള്, ഈ ഓർഗൻസ വെൽവെറ്റയുടെ തന്നെ സെപ്പറേറ്റ് ഷാളായിരുന്നു. ഷാളിനകത്തും സിമ്പിളായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ്. അത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ വരുമല്ലോ, അന്നേരം ഇടാനുള്ള ഡ്രസ്സായിരുന്നു അത്. നമ്മളതിന് മുമ്പായിട്ട് അത് തയ്ച്ച് കൊടുത്തു. ഒരു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കളിൽ നമ്മളത് എത്തിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞ ഫൈനൽ ലുക്കാണിത്. ചെറുക്കൻ്റെ പെങ്ങൾക്ക് തയ്ച്ച ഗൗണായിരുന്നു കേട്ടോ. സ്കേർട്ടും ടോപ്പായിരുന്നു ഇട്ടതെങ്കിലും നമ്മൾ തയ്ച്ച് കൊടുത്തത് ഗൗണായിട്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോയിൽ കണ്ട അത്രയും വർക്ക് വന്നില്ലെങ്കിലും കൊള്ളായിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല ബ്ലൂ കളറ് വെൽവെറ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ സ്കേർട്ട് വരുന്നതും ബ്ലൂ ടൈപ്പ്, പക്ഷേ വീഡിയോയ്ക്കകത്ത് അത് ബ്ലാക്കായിട്ടാണ് കാണുന്നത്. പക്ഷെ അടിപൊളിയായി.